ഞാൻ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? യെസ്, ഗാർണിയർ അവരുടെ ഇൻവിസിബിൾ എയർ മിസ്റ്റ് സൺസ്ക്രീൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് പറയണ്ടേ? യെസ്, അത് ആദ്യം ഇതുപോലെ നന്നായി ഷേക്ക് ചെയ്തിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ എങ്കിലും ദൂരെ വെച്ചിട്ട് നമ്മുടെ കണ്ണും വായൊക്കെ നല്ലപോലെ അടച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ടു ബി ഹോണസ്റ്റ്, സ്പ്രേ ചെയ്ത പാടെ എന്നെ കാണാൻ സ്നോയിൽ നിന്നൊക്കെ കളിച്ചിറങ്ങി വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. യൂസ് ചെയ്ത പാടെ അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ആക്ച്വൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. മേക്കപ്പ് യൂസ് ചെയ്ത് പുറത്ത് പോകുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം മേക്കപ്പിൻ്റെ മുകളിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഈ സൺസ്ക്രീൻ ഏറ്റവും യൂസ്ഫുൾ ആണ്. അതുമല്ല, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് മസ്റ്റ് ബൈ ആണെന്ന് പറയും. നിങ്ങളുടെ സ്കിന്ന് ഒരു ഓയിലിയോ അല്ലെങ്കിൽ എന്നെ പോലെ കോമ്പിനേഷൻ സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യരുത്. ഇത് ഹൈപ്പർ അലർജീനിക് ആണ്. അതുപോലെ SPF 15+, PA++++ ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നാർ ഓടിപ്പോയി മേടിച്ചോളൂ. അതുപോലെ തന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ബോട്ടിലാണ്. സോ ഇവരുടെ പേജ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് അറിയിക്കാം. ബൈ ബൈ.